നമസ്കാരം, ഞാൻ ലിയോ, ഡയറക്ടർ വളപ്പില കമ്മ്യൂണിക്കേഷൻസ്. ഒരു കോർപ്പറേറ്റ് ഓഫീസ് എന്നുള്ളത് ഞങ്ങളുടെ ഒരുപാട് കാലത്തെ സ്വപ്നമായിരുന്നു. ഞങ്ങൾ തൃശ്ശൂർ പുത്തൻപള്ളിയുടെ ബിൽഡിങ്ങിൽ 20 കൊല്ലമായിട്ട് വാടകയ്ക്കാണ് നമ്മുടെ ഓഫീസ് ഇരുന്നിരുന്നത്. അപ്പോൾ അതിനുശേഷം ഒരു കോർപ്പറേറ്റ് ഓഫീസിൽ നിന്നൊരു ആഗ്രഹം വരികയും അങ്ങനെ നിർമ്മാൺ ഡിസൈനേഴ്സിനെ അതിൻ്റെ പ്രാരംഭഘട്ടം തൊട്ട് തന്നെ നമ്മൾ കണ്ടുമുട്ടുകയും അവരോട് നമ്മുടെ ആശയങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ നമുക്ക് നല്ലൊരു 3D ഡിസൈൻ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ നിർമ്മാൺ ഡിസൈനേഴ്സ് നമുക്ക് തന്നു. ഒരുപാട് ലിമിറ്റേഷൻസ് ഉള്ള ഒരു കൺസ്ട്രക്ഷൻ ആയിരുന്നു നമ്മുടെ ഓഫീസിൻ്റേത്. നമ്മുടെ പ്രോപ്പർട്ടി ഒരു നീളനെയുള്ള ഒരു പ്രോപ്പർട്ടി ആയിരുന്നു. അപ്പോൾ ഇതെങ്ങനെ ബ്യൂട്ടിഫുള്ളായിട്ട് അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ട് പണിയാം എന്നുള്ളതായിരുന്നു നിർമ്മാണിൻ്റെ ഒരു ടാസ്ക്. അപ്പോൾ ആ ടാസ്കിൽ സത്യമായി പൂർണ്ണമായി വിജയിച്ചു എന്ന് വേണം നമുക്ക് പറയാനായിട്ട്. ഒരു അഡ്വർടൈസിങ് ഏജൻസിയാണ് നമ്മൾ ഇവിടെ ബിൽഡ് ചെയ്യാനായിട്ട് നമുക്ക് ആശയം കൊടുത്തത്. അപ്പോൾ അതിൻ്റെ എല്ലാവിധ ക്വാളിറ്റിയിലും എല്ലാവിധ ഇന്നോവേഷൻസും നമുക്ക് നമ്മുടെ ഈ ഓഫീസിൽ നിർമ്മാണിന് കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ഇവിടെ കണ്ട എല്ലാവരും ഇതുപോലത്തെ ഒരു അഡ്വർടൈസിങ് ഏജൻസി കേരളത്തിൽ കണ്ടിട്ടില്ല എന്നുള്ളൊരു റെസ്പോൺസാണ് എല്ലാവരുടെയും ഭാഗത്തുനിന്ന് നമുക്ക് ലഭിച്ചിരുന്നത്. അതുപോലെ തന്നെ നിർമ്മാണ ടൈമിങ്ങും അതുപോലെ അവരുടെ ക്വാളിറ്റീനും പറ്റി പറയാണ്ടിരിക്കാൻ പറ്റില്ല. നമ്മൾ ഇന്ന് ഡെലിവറി ചെയ്യണമെന്ന് പറഞ്ഞു, അതിനേക്കാൾ മുൻപ് തന്നെ കാര്യങ്ങളെല്ലാം അവസാനിപ്പിച്ച് നമുക്ക് അവർ ഹാൻഡ് ഓവർ ചെയ്തു. അതുപോലെ തന്നെ പ്രൊഡക്റ്റുകളുടെ ക്വാളിറ്റി പറയാണ്ടിരിക്കാൻ പറ്റില്ല. നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സ്, നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് അവർ എല്ലാ സാധനവും ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിലും നമ്മൾ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. കേരളത്തിലെ പ്രമുഖ പരസ്യ ഏജൻസിയാണ് വളപ്പില കമ്മ്യൂണിക്കേഷൻ. 25 വർഷമായിട്ട് പരസ്യരംഗത്ത് മുന്നിൽ നിൽക്കുന്ന ഞങ്ങൾ ഒരു കെട്ടിടം ഉണ്ടാക്കി സ്വന്തമായ ഒരു കോർപ്പറേറ്റ് ഓഫീസിലേക്ക് പോകാൻ ആഗ്രഹിക്കുമ്പോൾ ഞങ്ങൾ ആദ്യം ചിന്തിച്ചത് ഈ ഓഫീസിൻ്റെ സ്വഭാവത്തെക്കുറിച്ചാണ്. കേരളത്തിലെ പരസ്യ ഏജൻസി എന്ന് പറയുന്നത് ഒരു മാറ്റത്തിൻ്റെ പ്രതീകമായിട്ടുള്ള ഒരു സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇൻറ്റീരിയർ വളരെ വ്യത്യസ്തമാകണം എന്ന് ഞങ്ങൾക്ക് വളരെ നിർബന്ധമുണ്ടായിരുന്നു. പലപ്പോഴും അത് ബാംഗ്ലൂരിലും അതുപോലെ തന്നെ ബോംബെയിലൊക്കെയുള്ള ഡിസൈനേഴ്സിനെ ഏൽപ്പിക്കാനൊക്കെ ആയിട്ട് ആദ്യം തീരുമാനിക്കുകയും അതനുസരിച്ച് പല ചർച്ചകൾ നടക്കുകയും ചെയ്തു. അവസാനമാണ് നിർമ്മാൺ എന്ന് പറയുന്ന ഡിസൈനർ യൂണിറ്റിനെ ഇൻറ്റീരിയർ യൂണിറ്റിനെ നമ്മൾ കണ്ടെത്തിയത്. അപ്പോൾ അതിൻ്റെ പ്രൊപ്പറേറ്റർ ലതീഷ് മേനോൻ നൽകിയ അദ്ദേഹത്തിൻ്റെ പുതിയ ആശയങ്ങൾ ഓരോ വിഭാഗത്തിലും, അതിപ്പോൾ റിസപ്ഷൻ ആയിക്കോട്ടെ, ഡയറക്ടർ റൂം ആയിക്കോട്ടെ, അല്ലെങ്കിൽ അത് ഞങ്ങളുടെ ഡിജിറ്റൽ സ്റ്റുഡിയോ ആയിക്കോട്ടെ, എല്ലാത്തിലും അദ്ദേഹം ഒരു പുതുമ ഞങ്ങൾക്ക് വരച്ച് കാണിച്ചു തന്നു. മാത്രമല്ല, അത് കഴിഞ്ഞ ശേഷം നിർമ്മാണങ്ങളെല്ലാം പൂർത്തിയാക്കി അതിൻ്റെ ഉദ്ഘാടനം ചെയ്ത ശേഷം അവിടെ വരുന്ന ഓരോരുത്തരും ചോദിക്കുന്നുണ്ടായിരുന്നു, ഇതാരാണ് ഇൻറ്റീരിയർ ചെയ്തത്? അതുതന്നെയാണ് ഞങ്ങൾ വിചാരിച്ചൊരു വിജയം. അത് ലതീഷ് മേനോനും അതുപോലെ നിർമ്മാൺ ഡിസൈനർ യൂണിറ്റും ഇൻറ്റീരിയർ യൂണിറ്റും അവരുടെ സക്സസ്ഫുൾ സ്റ്റോറി അവിടെ രചിച്ചു. ആര് വന്ന് ചോദിച്ചാലും ഒരു ചോദ്യം ചോദിക്കും, ഇതിൻ്റെ ഇൻറ്റീരിയർ ചെയ്ത് ആരാണെന്ന്. അതുതന്നെയാണ് നിർമ്മാൺ ഇൻറ്റീരിയർ ഡിസൈനിൻ്റെ വിജയം. ഇനിയും ഒരുപാട് വിശ്വസിച്ച് നമ്മുടെ കാര്യങ്ങൾ ഏൽപ്പിക്കാനും സമയബന്ധിതമായി അത് പൂർത്തിയാക്കാനും ലതീഷ് മേനോൻ ടീമിന് കഴിഞ്ഞു എന്നതും ഏറെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. താങ്ക് യു. അതുപോലെ തന്നെ സ്റ്റാഫുകൾക്ക് വളരെ ലൈവ്ലിയായിട്ടും അതുപോലെ നല്ല ഫ്രഷായിട്ടും ഇരിക്കാൻ പറ്റിയ ഒരു ഇൻറ്റീരിയറാണ് നമുക്കിവിടെ നിർമ്മാണം തന്നിട്ടുള്ളത്. സ്റ്റാഫുകളെല്ലാം ഇപ്പോൾ നമ്മൾ 2 മാസം കഴിഞ്ഞു നമ്മൾ മാറിയിട്ട്.
സ്റ്റാഫുകളെല്ലാം വളരെ ഹാപ്പിയാണ്. ഈ സ്പേസിലും അവർക്ക് വർക്ക് ചെയ്യാനായിട്ടുള്ളൊരു ലൈവ്ലി അറ്റ്മോസ്ഫിയർ നമുക്കിവിടെ ഉണ്ട്. നമ്മുടെ ഒരുപാട് ഗ്രീൻ പ്ലാന്റ്സും നമ്മളിതിൻ്റെ ഇൻറ്റീരിയറിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ എല്ലാ സ്റ്റാഫ്സും വളരെ ഹാപ്പിയാണ്. നമ്മുടെ ഈ ഇൻറ്റീരിയറിലും അതുപോലെ അവരുടെ ഒരു വർക്കിംഗ് അറ്റ്മോസ്ഫിയർ തന്നെ വളരെ പ്ലസൻ്റ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ നമുക്ക് ഇവിടെ ഉണ്ട്. So thank you so much Nirman Designers and Letish Menon for such a wonderful art of work given to us. Thank you.